Students, welcome to CS Capsules. ഇന്ന് നാം പോയിന്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒന്നാമത്തെ അതല്ലെങ്കിൽ പോയിന്റേഴ്സിൻ്റെ പാർട്ട് 1 കാണാത്ത വിദ്യാർത്ഥികൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം മനസ്സിലാക്കാനും കാണുവാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വ്യക്തമായി ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നാം കഴിഞ്ഞ സെഷനിൽ എടുത്തതിലെ ബാക്കി ഭാഗമായ പോയിൻ്റർ ആൻഡ് അറേ, ഡൈനാമിക് അറേ, പോയിൻ്റർ ആൻഡ് സ്ട്രിംഗ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്നീ ഭാഗങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന പോകുന്നത്. അതിനു പുറമെ ഈ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള കഴിഞ്ഞ പാർട്ട് 1ലും പാർട്ട് 2ലും വന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാം അതല്ലെങ്കിൽ കോഡ് സെഗ്മെൻറ്റ്സ്, കോഡുകളുടെ ഭാഗവും അതിൻ്റെ ഔട്ട്പുട്ടും നാം അവസാനത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോയിൻ്റർ ആൻഡ് അറേ, പോയിൻ്റർ എന്താണെന്നും അതിലെ ഓരോ ഓപ്പറേഷൻസ് എന്താണെന്നും നാം പാർട്ട് 1 അതല്ലെങ്കിൽ സെഷൻ 1ൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പോയിൻ്റർ എന്നാൽ ഒരു വേരിയബിളാണ്. അത് അതേ തരത്തിലുള്ള മറ്റൊരു വേരിയബിൾ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് നാം പോയിൻ്റർ എന്ന് പറയുന്നത്. അറേ എന്ന് വെച്ചാലും ഫസ്റ്റ് ഇയർ നാം പഠിച്ചു കഴിഞ്ഞു. ഒരു നെയിമിന് കീഴിലായി, കോമൺ നെയിമിന് കീഴിലായിട്ട് അടുത്തടുത്തായി സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരേ തരത്തിലുള്ള എലമെൻറ്റുകളുടെ കൂട്ടത്തെയാണ് അറേ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഇൻറ്റ് അറേ ഓഫ് 5, ARR5 ഈക്വൽ ടു 10, 20, 30, 40, 50. ഉടൻ തന്നെ 5 എലമെൻറ്റുകളും മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിലെ അഡ്രസ്സാണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന 100 ആയിട്ടാണ്. ശരിക്കും ഇത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകുന്നത്. പക്ഷേ നാം ഇവിടെ ഇത് 100 ആയിട്ടാണ് അങ്ങനെയായിട്ട് 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓരോ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് 0, 1, 2, 3, 4. ഇവിടെ എക്സാമ്പിൾ Cout ARR, Cout അറേ നെയിം കൊടുത്തപ്പോൾ നമുക്കിവിടെ കാണാം ബേസ് അഡ്രസ്സായ 100 ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ARR അറേ നെയിം പോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ്. എന്ന് വെച്ചാൽ ആദ്യ എലമെൻറ്റിലെ അഡ്രസ്സിലേക്കാണ് ARR എന്ന അറേ നെയിം പോയിൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അറേ നെയിം പോയിൻ്റ് ചെയ്യുന്നത് അതിലെ ആദ്യത്തെ എലമെൻറ്റിലെ അഡ്രസ്സിലേക്കാണ്. രണ്ടാമത്തെ നോക്കാം, അഡ്രസ് ഓഫ് ARR0, അപ്പോഴും 100 തന്നെയാണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ARR പോയിൻ്റ് ചെയ്യുന്നതും ആൻഡ് അഡ്രസ് ഓഫ് ARR0 പോയിൻ്റ് ചെയ്യുന്നതും ഒരേ അഡ്രസ്സിലേക്കാണ്. എന്ന് വെച്ചാൽ ഈ അറേ നെയിം എന്ന് പറയുന്ന അറേ നെയിം തന്നെ ഒരു പോയിൻ്ററാണെന്ന് നമുക്ക് പറയാം. പോയിൻറ്റിങ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ ഓർ ബേസ് അഡ്രസ് ഓഫ് ദ അറേ. അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ് അറേ നെയിം പോയിൻ്റ് ചെയ്യുന്നത്. സെക്കൻഡ്, ഇൻറ്റ് അറേ ഓഫ് ARR5 ഈക്വൽ ടു സെയിം തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇൻറ്റ് സ്റ്റാർ PTR ഈക്വൽ ടു ARR എന്ന് വെച്ചാൽ PTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിലേക്ക് ARR നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ കണ്ടതാണ്. ഇവിടെ Cout ARR എന്നുള്ളപ്പോൾ ഔട്ട്പുട്ടായി ലഭിച്ചത് ആ അറേയുടെ ബേസ് അഡ്രസ്സാണ്. ഇവിടെ ARR എന്ന് കൊടുക്കുന്നതോടുകൂടി ARR എന്ന് പറയുന്ന അറേയുടെ ബേസ് അഡ്രസ്സ് PTR എന്ന് പറയുന്നതിലേക്ക് സ്റ്റോറായി. ഇവിടെ നോക്കാം, ARR 100 എന്ന് പറഞ്ഞാൽ ബേസ് അഡ്രസ്സ്, ആ അറേയുടെ ബേസ് അഡ്രസ്സ് PTRലേക്കും അതുപോലെ തന്നെ ഇതോടുകൂടി ആ അഡ്രസ്സ് PTRലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും പോയിൻ്റ് ചെയ്യുന്നത് ആ അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ്, അഥവാ 100ലേക്കാണ്. PTR ഈക്വൽ ടു അഡ്രസ് ഓഫ് AR0 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് ഒന്ന് ഉപയോഗിച്ചാലും നമുക്ക് അഡ്രസ്സ് മറ്റൊരു പോയിൻ്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാവുന്നതാണ്.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമൽ വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റ് VAR ഈക്വൽ ടു 50 ഒരു നോർമൽ വേരിയബിൾ ആണ്. ഇൻറ്റ് ഒരു പോയിൻ്റർ വേരിയബിൾ ഇവിടെയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. Cout VAR ഇങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം നോർമൽ വേരിയബിൾ ആണെങ്കിൽ അതിലുള്ള VARയിലുള്ള കണ്ടൻ്റായ 50 ഡിസ്പ്ലേ ചെയ്യുക, അതിലുള്ള കണ്ടൻ്റാണ് ഡിസ്പ്ലേ ചെയ്യുക. പക്ഷേ ARR എന്ന് പറയുന്നത് ഒരു അറേ ആണെങ്കിൽ അത് Cout ARR എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കാണാവുന്നതാണ് Cout ARR. ആ അറേയുടെ ബേസ് അഡ്രസ്സാണ് ഡിസ്പ്ലേ ചെയ്യുക. അറേ ആണെങ്കിൽ ബേസ് അഡ്രസ്സാണ് ഡിസ്പ്ലേ ചെയ്യുക, വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ കണ്ടൻ്റാണ് ഡിസ്പ്ലേ ചെയ്യുക. ഇവിടെ PTR ഈക്വൽ ടു അറേ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ PTR ഈക്വൽ ടു ARR എന്ന് കൊടുക്കുമ്പോൾ ARRയിലുള്ള ബേസ് അഡ്രസ്സാണ് ടേബിളിൻ്റെ അറേയുടെ കേസിൽ PTRയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നോർമൽ വേരിയബിളിൻ്റെ കേസിൽ PTR ഈക്വൽ ടു VAR എന്ന് അസൈൻ ചെയ്യുമ്പോൾ VAR എന്നുള്ളത് ഒരു വാല്യൂവിലേക്കാണ്, നമ്മൾ ആ ഒരു വാല്യൂവിലേക്കാണ് VAR പോയിന്റ് ചെയ്യുന്നത്, അതിലുള്ള കണ്ടൻറ്റിലേക്കാണ്, അഥവാ അതിലുള്ള വാല്യൂ ആയ 50ലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ 50 വാല്യൂ PTRയിലേക്ക് നാം അസൈൻ ചെയ്യുമ്പോൾ അത് എററാണ് റിട്ടേൺ ചെയ്യുക. പക്ഷേ അറേയുടെ കേസിൽ ബേസ് അഡ്രസ്സാണ് PTRയിലേക്ക് അസൈൻ ചെയ്യുക, നോ എറർ. അറേയുടെ കേസിൽ നോർമൽ വേരിയബിളിൻ്റെ കേസിൽ അത് എററായിട്ടാണ് വരുന്നത്. അഡ്രസ് അസൈൻ ചെയ്യണമെന്നുണ്ട് എങ്കിൽ PTR ഈക്വൽ ടു അഡ്രസ് ഓഫ് VAR എന്ന് തന്നെ നാം കൊടുക്കണം. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഒരു പോയിൻ്റർ വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിയർ ആവുന്നതാണ്. PTR ഈക്വൽ ടു ARR, കാരണം ARR എന്നുള്ളത് അറേയാണ്. ആ അറേ പോയിന്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ബേസ് അഡ്രസ്സിലേക്കാണ്, 100 ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഉടനെ തന്നെ ഓരോരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. Cout PTR എന്ന് വെച്ചാൽ PTR എന്ന് പറയുന്ന കണ്ടൻറ്റ് പോയിന്റ്, അതിലെ PTRൻ്റെ കണ്ടൻറ്റ് 100 ആണ്. ഔട്ട്പുട്ട് ഇത് അവിടെ കൊടുത്തു 100. Cout സ്റ്റാർ PTR പോയിന്റ് ചെയ്യുന്നതിലെ വാല്യൂ. ഇപ്പം PTR എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ ഒന്നാമത്തെ മെമ്മറി അല്ലെങ്കിൽ ഒന്നാമത്തെ എലമെൻറ്റിലെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സിലെ കണ്ടൻറ്റ്, ഒന്നാമത്തെ അഡ്രസ്സ് എന്ന് വെച്ചാൽ 100, എലമെൻറ്റ് അഡ്രസ്സ് 100, അതിലുള്ള വാല്യൂ സ്റ്റാർ എന്ന് വെച്ചാൽ വാല്യൂ, അതാണ് ഇവിടെ 10 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് Cout ARR എന്ന് വെച്ചാൽ അറേ ഒരു അറേ നെയിം ആ അറേയുടെ ഒന്നാമത്തെ എലമെൻറ്റിലെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ എലമെൻ്റ് അഡ്രസ്സിലേക്ക്, ഒന്നാമത്തെ എലമെൻ്റ് അഡ്രസ്സ് ഇവിടെ 100 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 100 എന്ന് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ARR ഓഫ് 0 ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ എലമെൻറ്റിലെ വാല്യൂ 10 വന്നിട്ടുണ്ട്, ഒന്നാമത്തെ എലമെൻറ്റ് 10 ഡിസ്പ്ലേ ചെയ്തു. Cout അഡ്രസ് ഓഫ് AR ഓഫ് 0 ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് വെച്ചാൽ 100, അപ്പോഴാണ് അവിടെ 100 എന്ന് വന്നിട്ടുള്ളത്. അഡ്രസ് ഓഫ് ഒന്നാമത്തെ എലമെൻറ്റ് AR ഓഫ് 0 അതിൽ അഡ്രസ്, അതാണ് അവിടെ 100 എന്ന് വന്നിട്ടുള്ളത്. ARR പ്ലസ് 1, ARR എന്ന് വെച്ചാൽ അറേ നെയിം പോയിൻ്ററാണ്, ബേസ് അഡ്രസ്സിലേക്ക് 100, അതിനോട് കൂടി 1 ആഡ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ സെഷനിലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പോയിൻ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ 1 എന്ന് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സിൽ 1 എന്നാണെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ 4 എന്നായിരിക്കും ആഡ് ചെയ്യുക. കെയർ പോയിൻ്റർ ആണെങ്കിൽ, കെയർ ടൈപ്പ് ആണെങ്കിൽ 1 എന്നായിരിക്കും, ക്യാരക്ടർ ആണെങ്കിൽ. ഫ്ലോട്ട് എന്നാണെങ്കിൽ 4 ആയിരിക്കും. ഇത് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് 4 ആണ്. അപ്പം ARR 100 പ്ലസ് 4, അങ്ങനെയാണ് ഇവിടെ 104 എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാം 104 അടുത്ത മെമ്മറി, അടുത്ത എലമെൻറ്റിലെ അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുക. അടുത്തത് സ്റ്റാർ PTR പ്ലസ് 1, PTR ഇവിടെയാണ്, അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലമെൻറ്റിലേക്ക് പോയിന്റ് ചെയ്യും, അതിലെ വാല്യൂ അതാണ് ഇവിടെ 20 എന്ന് പറഞ്ഞിട്ടുള്ളത്. PTR എന്ന് പറഞ്ഞാൽ 100, അതിനോട് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 104, കാരണം 4 ആണ് ആഡ് ആവുക, ഇൻറ്റീജർ ആയതുകൊണ്ട് അതിലെ വാല്യൂ, അങ്ങനെയാണ് ഇവിടെ 20 എന്ന് വന്നിട്ടുള്ളത്. AR ഓഫ് 1 എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് 20. അഡ്രസ് ഓഫ് AR ഓഫ് 1, ഒന്നാമത്തെ ARR 1 എന്ന് പറയുന്ന എലമെൻറ്റിന് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് 104. സ്റ്റാർ ഓഫ് ARR പ്ലസ് 1,
ARR+1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ്, അതിലെ വാല്യൂ അതാണ് ഇവിടെ 20 എന്ന് വന്നിട്ടുള്ളത്. ARR+2, ഇത് ARR ആണ്, ഇത് ARR+1, ഇത് ARR+2 സ്റ്റാർ. അതിലുള്ള വാല്യൂ എന്ന് വെച്ചാൽ ARRനോട് കൂടെ 2 എന്ന് ആഡ് ചെയ്യുമ്പോൾ 8 എന്ന് ആഡ് ചെയ്യുന്നു, 108. അതാണ് ഇതിലേക്ക് വരുന്ന 108. അതിലുള്ള വാല്യൂ അതാണ് ഇവിടെ 30 എന്ന് വന്നിട്ടുള്ളത്. PTR+2 അതും അതുപോലെ തന്നെ PTR 100 ആണ്. അതിനോട് കൂടെ 2 എന്ന് പറയുമ്പോൾ 8 ആഡ് ചെയ്യുന്നു, 108. അതിലുള്ള വാല്യൂ അതാണ് ഇവിടെ 30 എന്ന് വന്നിട്ടുള്ളത്. PTR+2 എന്ന് പറയുമ്പോൾ 100നോട് കൂടെ 2 എന്ന് പറയുമ്പോൾ 2 × 4 8 ആഡ് ചെയ്യും, 108. 3 എന്ന് വരുമ്പോൾ 112. 4 എന്നാണെങ്കിൽ 116. 4 ആഡ് ചെയ്തു പോകും. PTR++ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള PTR 100 ആണ്. അതിനോട് കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4 തന്നെയാണ്, 104 എന്നായിരിക്കും ഔട്ട്പുട്ട്. 1 ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ആഡ് ആവുന്നത്. Cout AR++ അറേ ആൻഡ് സ്റ്റോറേജ് 100 ആണ്. അതല്ലെങ്കിൽ ബേസ് അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ++ എന്ന് പറയുമ്പോൾ അടുത്ത അഡ്രസ്സിലേക്കല്ല, 1 ആഡ് ചെയ്യാന്ന് വെച്ചാൽ 104 ആവുകയില്ല. ശ്രദ്ധിക്കുക, PTR++ എന്ന് പറയുമ്പോൾ 104ലേക്ക് പോയിന്റ് ചെയ്യും. AR++ ആണെങ്കിൽ ARR++ ആണെങ്കിൽ ഇതൊരു എററാണ്. കാരണം അറേ നെയിം നമുക്കൊരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അറേ എപ്പോഴും അതിൻ്റെ ബേസ് അറേ നെയിം അഥവാ ARR, ഇവിടെ ARR എപ്പോഴും അതിൻ്റെ ബേസ് അഡ്രസ്സിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യുക. മോഡിഫിക്കേഷൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എററായിരിക്കും. ഡൈനാമിക് അറേ ഒന്നാമത്തെ സെഷനിൽ നാം പഠിച്ചു കഴിഞ്ഞു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ദ മെമ്മറി അലോക്കേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ സമയത്ത് അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ ഓപ്പറേറ്റർ. അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. ഇവിടെ അറേയുടെ കേസിലും എങ്ങനെയാണ് ഒരു ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സിൻറ്റാക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. pointer variable equal to new is the operator for dynamic memory allocation. Then the size of the type of the array, then size of the array. Example, int star PTR equal to new int of 5. It will create or allocate an array size or to store the elements of or the numbers of 5 integers. It will allocate a memory space for storing 5 integers, and the base address or the address of the first element will be returned to the pointer PTR. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്നാമത്തെ അറേയുടെ ബേസ് അഡ്രസ്സായ 1000 എന്നുള്ളതാണ് PTRലേക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. മീൻസ് PTR പോയിന്റിങ് ടു ദ array or the base address of that array. ആ അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു CS മാർക്കിൻ്റെ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും CS മാർക്സ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുമാണ്. ഇതൊരു സ്റ്റാറ്റിക് എക്സാമ്പിൾ ആയിട്ടാണ് നാം തന്നിട്ടുള്ളത്. ഇവിടെ അറിയാം IN മാർക്സ് ഓഫ് 50. ഇത് എക്സിക്യൂഷൻ മുമ്പായി അല്ലെങ്കിൽ കമ്പൈലേഷൻ സമയത്ത് തന്നെ 50 മാർക്സ് റീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ചോദിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ മാക്സിമം ഈ ക്ലാസ്സിൽ 50 കുട്ടികളെ അല്ലെങ്കിൽ അറേയിൽ 50 കുട്ടികളുടെ മാർക്ക് മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് 50 കുട്ടികളിൽ കൂടുതൽ ആ ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ ഇത് സ്റ്റാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ഫിക്സഡ് ആണ്. വി കനോട്ട് ചേഞ്ച് ദ സൈസ് ഓഫ് ദാറ്റ് അലോക്കേറ്റഡ് മെമ്മറി. ആ മെമ്മറി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ സൈസ് റൺ ടൈമിൽ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു മെമ്മറിയെയാണ് അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയെയാണ് ഞാൻ സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സ്റ്റാറ്റിക് അറേ, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇത് സ്റ്റാറ്റിക് ആണ്, മീൻസ് ദ സൈസ് ഈസ് ഫിക്സഡ്. അടുത്ത പ്രോഗ്രാം നോക്കാം. അടുത്തത് ഡൈനാമിക് അറേ. നിങ്ങൾക്കറിയാം ഇവിടെ നാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്.
പ്രീവിയസിൽ ഇവിടെ മാർക്സ് ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഒരു അറേ ആയിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത്. ഇവിടെ നാം ഒരു പോയിന്റർ വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയാണോ നമുക്ക് അറേ സൈസ് വേണ്ട, ആ സൈസിൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഡൈനാമിക് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂ ഓപ്പറേറ്ററോട് കൂടിയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 100 എന്നാണ് കൊടുത്തതെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ അറേ ഓഫ് സൈസ് 100 ഫോർ സ്റ്റോറിങ് 100 ഇൻറ്റിജേഴ്സ്. അതുപോലെ തന്നെ 500 എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഒരു 500 മാർക്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. റൺ ടൈമിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അപ്പോൾ എത്രയാണോ വേണ്ടത് അതിങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. എത്രയാണോ നമ്മൾ ആ സമയത്ത് നമ്മുടെ ആവശ്യം, അതിനനുസരിച്ച് നമുക്ക് അറേയുടെ സൈസ് മാറ്റാനും കൂട്ടാനും കുറക്കാനും പറ്റുന്ന ഒരു അത്തരത്തിലുള്ള അറേ ക്രിയേറ്റ് ചെയ്യാനാണ് നാം ഡൈനാമിക് അറേ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് 1 by 1 എലമെൻറ്റ്സ് 1 by 1 ആയി നമുക്ക് എൻ്റർ ചെയ്യാം. ഐൻ്റെ വാല്യൂ 0 ആയി, എന്നിൻ്റെ വാല്യൂ 50 ആയിട്ട് നാം അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ i less than 50 ട്രൂ ആണ്. ഇങ്ങോട്ട് വന്നു, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. PTR പോയിന്റ് ചെയ്യുന്നത് ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ സ്പേസിലേക്കാണ്. ഇപ്പോൾ PTR പ്ലസ് i0 ഒന്നാമത്തെ സ്പേസിലേക്ക് നാം എന്ത് മാർക്കാണോ എൻ്റർ ചെയ്യുന്നത് അതങ്ങോട്ട് സ്റ്റോർ ചെയ്തു സീൻ. അടുത്തത് ഐയുടെ വാല്യൂ 1 ആയി, ട്രൂ ആണ്. വീണ്ടും PTR പ്ലസ് 1 അടുത്ത രണ്ടാമത്തെ എലമെൻ്റ് സ്പേസിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, അങ്ങോട്ട് രണ്ടാമത്തെ എലമെൻറ്റ് സ്റ്റോറായി. 3 എന്ന ഐയുടെ വാല്യൂ 3 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഐയുടെ വാല്യൂ 2 ആയി. ഐ ലെസ് ദാൻ 50 ട്രൂ ആണ്. PTR പ്ലസ് 2 മൂന്നാമത്തെ എലമെൻറ്റിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്, അങ്ങോട്ട് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ സ്റ്റോർ ചെയ്തു. ഐയുടെ വാല്യൂ 4 ആയി, ട്രൂ ആണ്. നാലാമത്തെ എലമെൻറ്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആ എലമെൻറ്റ് അങ്ങോട്ട് ആ വാല്യൂ ഏതാണോ എൻ്റർ ചെയ്ത് സ്റ്റോറായി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെയാണ്. PTR പ്ലസ് IC ഔട്ട് അതേപോലെ ഇവിടെ സ്റ്റോർ ആവുന്നതിന് പകരം ഇവിടെ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, പോയിന്റർ ആൻഡ് സ്ട്രിങ്. സ്ട്രിങ് ഈസ് ആൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ്. നമുക്കറിയാം ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് നാം സ്ട്രിങ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേകത, ഇഫ് യു ആർ സ്റ്റോറിങ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രിങ്, കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അസൈൻ എ നൾ ക്യാരക്ടർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ എൻഡിൽ നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ കൊടുക്കുന്നതാണ്. ഈ സ്ട്രിങ്ങിൻ്റെ എൻഡാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇയർ നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിയർ വി ആർ സ്റ്റഡിങ്. ഇവിടെ നാം പഠിക്കുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് ഒരു ക്യാരക്ടർ പോയിന്ററിലേക്ക് റീഡ് ആവുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം തന്നിട്ടുള്ള സ്ട്രിങ് ആണ് മൈക്രോചിപ്പ്. തന്നിട്ടുള്ള പോയിന്റർ വേരിയബിളാണ് str. ഹിയർ ദ ബേസ് അഡ്രസ് ഓഫ് ദ സ്ട്രിങ് മൈക്രോചിപ്പ് ഓർ ദ അഡ്രസ് ഓഫ് m, ഒന്നാമത്തെ എലമെൻ്റ് എമ്മിൻ്റെ അഡ്രസ്സ് STRലേക്ക് സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ STR പോയിന്റ് ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ഓർ ദ മൈക്രോചിപ്പ് എന്ന് പറയുന്ന സ്റ്റോർ ചെയ്തിട്ട് അറേയുടെ ബേസ് അഡ്രസ്സിലേക്കാണ് STR പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വി ക്യാൻ കോപ്പി ഒരു ക്യാരക്ടർ പോയിന്ററിൻ്റെ ആ കണ്ടൻറ്റ് നമുക്ക് മറ്റൊരു ക്യാരക്ടർ പോയിന്ററിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഇവിടെ $p എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോയിന്ററിലേക്ക് str എന്ന് പറയുന്ന ക്യാരക്ടർ പോയിന്റ് അഡ്രസ്സ് സ്റ്റോർ ആവുന്നു. അതോടുകൂടി str പോയിന്റ് ചെയ്യുന്ന മൈക്രോചിപ്പിലേക്ക് തന്നെ പിയും പോയിന്റ് ചെയ്യുന്നു. ബേസ് അഡ്രസ്സ് 1000 ആണ് എടുത്തിട്ടുള്ള 1000 പിയിലേക്ക് സ്റ്റോർ ആവുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ ആൻഡ് ഇനീഷ്യലൈസ് ഇറ്റ് വിത്ത് യുവർ നെയിം. നിങ്ങളെ നെയിം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിലേക്കൊരു നെയിം ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ പോയിന്റർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ $pt എന്ന് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു സ്ട്രിങ് എൻ്റെ നെയിമായ നസ്രുൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രിങ്ങിലെ ഒന്നാമത്തെ ക്യാരക്ടറായ എന്നിൻ്റെ അഡ്രസ്സാണ്, അല്ലെങ്കിൽ ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുള്ളതിലെ ബേസ് അഡ്രസ്സാണ് PTയിലേക്ക് സ്റ്റോർ ചെയ്യുക. മീൻസ് PT പോയിന്റിങ് ടു ദ സ്ട്രിങ് നസറുൽ. അതുപോലെ തന്നെ ഒരു 5 സ്പോർട്സ് ഐറ്റത്തിൻ്റെ നെയിമുകളാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഗോൾഫ്, ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷൂട്ടിംഗ്.
ഓരോന്നിനും ബേസ് അഡ്രസ്സ് ഉണ്ട്. ഗോൾഫിൻ്റെ 1000 ആണ്. അപ്പോൾ ഈ അറയുടെ ബേസ് അഡ്രസ്സ് നമുക്കൊരു അറയിലേക്ക് മീൻസ് ഒന്നിലേക്ക് സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഹോക്കിയുടെ ഇത് സ്റ്റോർ ചെയ്യണം. സോ വി നീഡ് ക്യാരക്ടർ അറേ പോയിന്റർ. ക്യാരക്ടർ അറേ പോയിന്റർ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ അറേ ആവശ്യമാണ്. ഒന്നാമത്തെ ഇതിലേക്കാണ് 1000 സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ 1005 സ്റ്റോർ ചെയ്തു. അതിന് ആ ക്യാരക്ടർ പോയിന്റർ അറേക്ക് കൊടുത്ത പേരാണ് സ്പോർട്സ് എന്ന്. അതുപോലെ തന്നെ എഫിലെ ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തു, സിയുടെ ബേസ് അഡ്രസ് സ്റ്റോർ ചെയ്തു, എസിൻ്റെയും ബേസ് അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ഇതിനുപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്പോർട്സ് മീൻസ് ക്യാരക്ടർ പോയിന്റർ അറേ സൈസ് 5 ആണ്. ഒന്നാമത്തെ സ്പോർട്സ് ഓഫ് 0 എന്ന് പറയുന്നതിലേക്ക് ജിയുടെ അഡ്രസ്സ് സ്റ്റോർ ആവുന്നു. അതുപോലെ തന്നെ എച്ചിൻ്റെ അഡ്രസ്സ് സ്പോർട്സ് ഓഫ് 1ലേക്ക് സ്റ്റോർ ആവുന്നു, സ്പോർട്സ് ഓഫ് 2ലേക്ക് എഫിലെ അഡ്രസ്സ് സ്റ്റോർ ആവുന്നു. ഇങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടു ഇനീഷ്യലൈസ് ഫോർ സ്റ്റോറിങ് ഡേയ്സ് ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിലെ ഡേയ്സ്. അപ്പോൾ സൺഡേ സ്റ്റോർ ചെയ്യണം, എത്ര ഡേയ്സാണ് നോക്കുക, 7. അപ്പോൾ 7 അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അറയുടെ സൈസ്, ക്യാരക്ടർ പോയിൻ്റർ അറയുടെ സൈസായിട്ട് 7 കൊടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും ഇനീഷ്യൽ അഡ്രസ്സ് ഓരോ ഡേയ്സ് 0, ഡേയ്സ് 1, ഡേയ്സ് 2, ഡേയ്സ് 3 എന്നതിലേക്ക് സ്റ്റോർ ആവുന്നതാണ്. നെക്സ്റ്റ്, പോയിൻ്റർ ആൻഡ് സ്ട്രക്ചർ. നമ്മൾ സ്ട്രക്ചർ എന്ന ഭാഗത്ത് പഠിച്ചതാണ് ഹൗ ക്യാൻ വി ഡിഫൈൻ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിലെ എലമെൻറ്റ് 1 by 1 ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്ന് പറയുക. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നാം പുതുതായി പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഡിക്ലെയർ എ സ്ട്രക്ചർ പോയിൻ്റർ വേരിയബിൾ. നമ്മൾ സ്ട്രക്ചറിൻ്റെ കൂടെ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിൾ എന്ന് വെച്ചാൽ ഓർഡിനറി സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുപയോഗിക്കുന്ന സിൻറ്റാക്സും സ്ട്രക്ചർ നെയിം. ഇവിടെ സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. വേരിയബിൾ നെയിം ആണെങ്കിൽ ഇവിടെ ഒരു വേരിയബിൾ നെയിം കൊടുക്കും. ഇവിടെ നമുക്ക് സ്ട്രക്ചർ പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് സ്റ്റാർ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റാർ എന്ന് കൊടുക്കുന്നതോടുകൂടി ഏതൊക്കെയാണോ എലമെൻറ്റ്, ആ എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒന്നാമത്തെ എലമെൻ്റ് അഡ്രസ്സ് അതല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് അത് ഇവിടെ PT ആണ്, PT എന്ന് പറയുന്ന പോയിന്ററിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്കറിയാം നെയിം, റോൾ നമ്പർ, മാർക്സ്, അതിൻ്റെ അഡ്രസ്സ് PTയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. സ്ട്രക്റ്റ് എന്ന് കൊടുക്കണം നിർബന്ധമില്ല, അത് ഓർഡിനറി സ്ട്രക്ചർ വേരിയബിൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് സ്റ്റുഡൻറ്റ് സ്റ്റാർ PT എന്ന് കൊടുത്താലും പോയിന്റർ വേരിയബിൾ, സ്ട്രക്ചർ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെഫിനിഷൻ സമയത്ത് തന്നെ നമുക്ക് ഒരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമികോളൻ ഇടുന്നതിന് മുമ്പായിട്ട് പോയിന്റർ വേരിയബിൾ, സ്ട്രക്ചർ പോയിന്റർ വേരിയബിൾ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് PTയിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. അടുത്തത് ഹൗ ക്യാൻ വി ആക്സസ് ഈച്ച് എലമെൻറ്റ്. ഇപ്പോൾ ഇവിടെ നെയിം ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, മാർക്സ് ഉണ്ട്. സ്ട്രക്ചർ ഓർഡിനറി സ്ട്രക്ചർ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ വി ആർ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഓരോന്നിനെയും റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബട്ട് ഇൻ പോയിന്റർ വി ആർ യൂസിങ് ആരോ ഓപ്പറേറ്റർ. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ആരോ ഓപ്പറേറ്റർ. നെയിം ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നെയിം ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ PT ആരോ നെയിം, PT ആരോ നെയിം. അതാണ് ഇവിടെ കൊടുത്ത ഓരോ എലമെൻറ്റുകളും റീഡ് ചെയ്യുകയാണ്. PT എന്നാണ് ഇവിടെ P എന്നേ വന്നിട്ടുള്ളൂ. PT ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. PT ആരോ നെയിം, PT ആരോ റോൾ നമ്പർ, PT ആരോ മാർക്സ് 1 by 1 ആയിട്ട് റീഡ് ചെയ്യും. ഇനി ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ Cout PT ആരോ നെയിം, PT ആരോ R നമ്പർ, PT ആരോ മാർക്സ് എന്ന് മതി. അടുത്തത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിലെ ഒരു എലമെൻറ്റ് അതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം സ്ട്രക്ട് EMP എന്നുള്ളതാണ് സ്ട്രക്ചറിൻ്റെ നെയിം. എന്ന് വെച്ചാൽ ഇവിടെ ഈ PT ഇതിൻ്റെ ടൈപ്പ് ഇൻ്റാണ്, നെയിമിൻ്റെ ടൈപ്പ് കെയറാണ്. PT എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ
ടൈപ്പ് EMP ആണ്. EMP എന്ന് വെച്ചാൽ ഈ സ്ട്രക്ചർ നെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ PT പോയിന്റ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറിലേക്ക് തന്നെയാണ്. ഒരു എലമെൻറ്റ് ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ നാം ഉപയോഗിക്കുന്നത്. അവിടെ അത് പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി നാം ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി ഇതുവരെ ഈ ഭാഗം അതല്ലെങ്കിൽ പോയിന്റേഴ്സിനെ പറ്റിയുള്ള ടോപ്പിക്കുകൾ നാം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനെ പറ്റി നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഗിവൺ സ്ട്രക്ചർ ഇൻ ടു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. തന്നിട്ടുള്ള സ്ട്രക്ചറിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറായി കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇവിടെ കെയർ ഡാറ്റ ഓഫ് 10 എന്നേ ഉള്ളൂ. ഇവിടെ എന്തില്ല, ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതേ സ്ട്രക്ചറിലേക്ക് ഇത് എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്യണം. ഇഫ് എ സ്ട്രക്ചർ വൺ എലമെന്റ് പോയിന്റ് ടു ഇറ്റ് സെൽഫ്, അതിലേക്ക് മീൻസ് പോയിന്റിങ് ടു ദ സെയിം സ്ട്രക്ചർ, ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം നോഡ് എന്നുള്ളത്, ആ നോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇവിടെ കൊടുത്തുള്ള അതിൻ്റെ ടൈപ്പ് നോഡ് സ്റ്റാർ PT. ഇപ്പം നോഡ് എന്നുള്ളതിലേക്കാണ് PT പോയിന്റ് ചെയ്യുന്നത്. അതോടുകൂടി ഇത് എന്തായി മാറിയിട്ടുണ്ട്, ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ അറേ ഓഫ് 5 ഈക്വൽ ടു 20, 25, 30, 35, 40. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഈ അറേ AR എന്ന് പറയുന്ന അറേ നെയിമാണ്. അത് പോയിന്റ് ചെയ്യുന്ന ബേസ് അഡ്രസ്സിലേക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ അഡ്രസ്സാണ് 20യുടെ അഡ്രസ്സാണ് Pയിലേക്ക് സ്റ്റോർ ആവുക. വാട്ട് വിൽ ബി ദ കണ്ടന്റ് ഓഫ് P മീൻസ് P കണ്ടെയ്ൻസ് ദ ബേസ് അഡ്രസ് ഓഫ് ദ അറേ. അറേയുടെ ബേസ് അഡ്രസ് ആയിരിക്കും Pയിൽ ഉണ്ടായിരിക്കുക. അടുത്തത് സ്റ്റാർ P പോയിന്റ് ചെയ്യുന്നത് ബേസ് അഡ്രസ്സിലേക്കാണ്. അപ്പോൾ അതിലുള്ള വാല്യൂ എന്ന് വെച്ചാൽ 20. ARR ഇവിടെ ARR എന്നാണ്, അത് പോയിന്റ് ചെയ്യുന്നതും ബേസ് അഡ്രസ്സിലേക്കാണ്. +2 എന്ന് പറയുമ്പോൾ 1, 2, 30യിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അതിലെ വാല്യൂ എന്ന് പറയുമ്പോൾ 30. അപ്പോൾ 20 + 30, അങ്ങനെയാണ് ഇവിടെ 50 എന്ന് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് AR++ and P++, what is the difference? AR+, ARR എന്നുണ്ട്, സോറി ARR എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നെയിം ഓഫ് ആൻ അറേ. നെയിം ഓഫ് ആൻ അറേ ആകുമ്പോൾ തന്നെ അതിനെ മോഡിഫൈ ചെയ്യാൻ പാടില്ല. ഓൾ ടൈം ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദ ബേസ് അഡ്രസ്. എപ്പോഴും അത് ബേസ് അഡ്രസ്സിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഇൻറ്റിജർ പോയിന്റർ വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് മാറ്റാവുന്നതാണ്. അതൊരു അറേയിലേക്ക് പോയിന്റ് ചെയ്യുന്നത് 1ാമത്തെ എലമെന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അത് P++ എന്ന് പറയുമ്പോൾ അത് 2ാമത്തെ എലമെന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ഒരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇതൊരു ഇനീഷ്യലൈസേഷൻ ആണ്, ഇത് സ്റ്റാറ്റിക് ഇനീഷ്യലൈസേഷൻ ആണ്, ഇത് ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ ആണ്. ഇതോടുകൂടി പോയിന്റർ എന്ന ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.